എംബ്രോയിഡേർഡ് ടസർ ഓർഗൻസ 3 ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ആ ഒരു ഹൊറിസോണ്ടൽ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീവ് നമ്മുടെ ജാംദാനി ഡിസൈൻസിനകത്തൊക്കെ വരുന്ന പോലത്തെയുള്ള പാറ്റേൺസ് കുറച്ചും കൂടെ ചെറുതാക്കി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ സെൽഫ് കളറിൽ തന്നെ വന്നിരിക്കുന്നത്. ടസർ ഓർഗൻസയിലും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ്, കാണാനും വെയർ ചെയ്യാനും ഒക്കെ നല്ലൊരു ഫീലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനകത്ത് 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പം ഒരു ഫ്ലഷിൻ്റെ ഒരു റെഡിഷ് പിങ്ക് ടോൺ, ഒരു പിങ്ക് ഷെയ്ഡ് ലൈറ്റായിട്ടാണ് വരുന്നത്, ഒരു പീച്ചി ടോൺ അതിനകത്ത് വരുന്നത് കൊണ്ടാണ് ആ ഒരു ടോൺ ലൈറ്റ് ഫീൽ വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ ലാവൻഡർ ലുക്ക് ആൻഡ് ദെൻ ഗോൾഡൻ യെല്ലോ ഷെയ്ഡും കൂടെ ആയിട്ട് ചെറുതായിട്ടൊരു മെഹന്തി യെല്ലോ അങ്ങനത്തെ ഒരു ടോണിലോട്ട് പോയിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 10,499 ആണ്. ടസർ ഓർഗൻസയും കൂടെ ആയിട്ടാണ് കേട്ടോ ആ ഒരു റേഞ്ചിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് വാട്ട്സ് നോട്ട് ലൈക്ക് ഇൻ ദിസ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലും ഫുള്ളായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ബ്ലൗസും നല്ല പ്രിറ്റിയാണ് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് സീ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ബ്ലൗസും ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലോറൽ സ്കാറ്ററാണ് വരുന്നത്. സോഫ്റ്റ് ഫീലിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ബോർഡർ നോക്കി കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കോട്ടൺ ലേസും കൂടെ വരുന്നുണ്ട്. അത് ക്രോഷ്യ ലേസിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ. അത് തിന്നായിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിൽ ആണ്. ആൻഡ് ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ലോ പോർഷനിലോട്ട് നമുക്ക് പ്രിൻ്റ് മാത്രമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ആ ഒരു എംബ്രോയിഡറി സിംഗിൾ ലൈനായിട്ട് ഈ ഒരു എംബ്രോയിഡറി നമുക്ക് മുട്ടും താഴ്ട്ട് വരുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അതാണ് പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. കുഞ്ഞ് കോട്ടൺ ത്രെഡ് പോം ടാസൽസിൻ്റെ ലുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോർഷൻ ഫുൾ എംബ്രോയിഡറി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേൾസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ സാരി. ഞാൻ കുറച്ചൊന്ന് അതിലോട്ട് പോയി കാണിച്ചിടാം. ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. താഴോട്ട് ഫ്ലോറൽ സ്കാറ്റർ, ബ്ലൗസിൽ വന്നിരിക്കുന്ന അതേ പ്രിൻ്റ് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ദാറ്റ് വാസ് ആ ഒരു റെഡിഷ് പീച്ചി ടോൺ വന്നിരിക്കുന്നത്. ദെൻ ലാവൻഡർ നമുക്ക് ദൂരോട്ട് പോയി തന്നെയാണ്. അതായത് ലാവൻഡർ ഷെയ്ഡ് വെയർ ചെയ്യുമ്പോൾ ലുക്ക് ഇതാണ്. നല്ലൊരു പ്രിട്ടി ടോണാണ് കേട്ടോ. ഉടുക്കുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു റെഗുലർ പാറ്റേൺസിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് വരുന്ന ഒരു ഡിസൈനാണ്. ആൻഡ് ലാസ്റ്റ് യെല്ലോ ഷെയ്ഡ്. ലാസ്റ്റ് ലുക്ക് ബേജ് ടിൻ്റ് ഒക്കെ വരുന്നുണ്ടാകുമല്ലോ. യെല്ലോ അല്ല, അത് കുറച്ചൊരു മെഹന്തി ടോൺ വന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ്. അതിൻ്റെ പാറ്റേൺസ് ഒന്ന് ക്ലോസറിൽ നമുക്ക് നോക്കാം. കുഞ്ഞ് പേസ്ലീൻ്റെ ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. ജോമെട്രൈസ്ഡ് ഫ്ലോറൽ പാറ്റേൺ, ഫ്ലോറൽ ബഞ്ചസ് ആണ് ബോർഡർ ലുക്കിൽ വന്നിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഡിസൈൻസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. സോ ദിസ് ഇസ് എ പ്രിറ്റി സാരി. ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. എല്ലാം 134, 10,499 റേഞ്ചിൽ വരുന്ന ടസർ ഓർഗൻസാസ്. ഹായ് വ്യൂവേഴ്സ്, അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഇന്ന് കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ, അന്ന് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന എംബ്രോയിഡറി ഡീറ്റെയിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്ത. അതും പേസ്റ്റൽ കളർ ചാർട്ടിൽ തന്നെയാണ്. ഒരു ഡബിൾ ഷെയ്ഡ് ഫിനിഷിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലോസറായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീവിങ് പാറ്റേൺ ഉണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്ലബിനകത്ത് കാണുന്നതിനേക്കാളും ഇച്ചിരി കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ ആ വീവിങ് പാറ്റേൺ ഉള്ളതാണ് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് വന്നിട്ടുണ്ട്. സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവർക്കും വർക്കിംഗ് ആയിട്ടുള്ളവർക്കും ഏറ്റവും പ്രിഫറൻസ് ഉള്ള കോളർ പാറ്റേണിനകത്ത് ഫ്രണ്ടിലൊരു വ്ലീ സ്ലിറ്റോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് അതിൻ്റെ ഷോർട്ട് യോക്ക് പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ജസ്റ്റ് ടച്ചിങ് എൽബോ ആണ്. പിന്നെ RJ കുർത്തീസിൻ്റെ സീരീസിലുള്ളവർക്ക് നമുക്കറിയാം ലൂസ് ആൻഡ് കംഫോർട്ട് ഫെഡ് സീരീസാണ് അതിനകത്ത് നമ്മൾ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വർക്ക് വെയർ ആകുമ്പോൾ നമുക്ക് വളരെ കംഫോർട്ടബിളായിട്ട് ഓടി നടക്കാനൊക്കെ കംഫോർട്ടബിളായിട്ട് വന്നേക്കുന്ന സ്ലീവ്സ് പാറ്റേണും ഒക്കെയാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു കുർത്തയുടെ കോഡ് വന്നിരിക്കുന്നത് RGA211 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1299 ആണ്.
അപ്പം ഈ ഒരു കുർത്ത നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഡെസ്പാച്ച് വരുന്നത് 3 to 4 ഡേയ്സിനുള്ളിലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുർത്തയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാബ്രിക് നമ്മൾ നോർമലി കാണുന്ന ഫാബ്രിക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഫാബ്രിക് വന്നേക്കുന്നത്. എന്നാൽ ഒത്തിരി ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഫാബ്രിക്കാണ്. അകവും പുറവും പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഒരു ഇച്ചിരി കൺഫ്യൂഷൻ തോന്നുന്ന പോലത്തെ തന്നെ റിപ്പ് പാറ്റേൺസിൽ വന്നേക്കുന്ന പോലെ അല്ലെങ്കിൽ വീവിങ് പാറ്റേണിനകത്ത് തന്നെ തിക്കറും ലൈറ്ററും ആയിട്ടുള്ള യാൻസ് വെച്ചിട്ടാണ്. പിന്നെ ഒരു വേർട്ടിക്കൽ ലൈൻ പാറ്റേൺ ഉള്ളതാണ് തന്നെ ഒരു ഹൈറ്റ് ഇല്യൂഷനും ഒരു ട്രിം ഫീലും നമുക്ക് ചെറുതായിട്ട് തോന്നും. ലൈറ്റർ കളേഴ്സിൽ പൊതുവേ നമുക്ക് ആ ട്രിം ഫീൽ കൂടുതലായിട്ട് തോന്നാറില്ല, എങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സമ്മർ ടൈമിൽ നല്ലൊരു ഓപ്ഷനുമാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. RGA 211 എന്ന കോഡിൽ 1299 പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നു. വൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ക്രീം കളർ എല്ലാവർക്കും ഒരു സ്റ്റൈലിഷ് ലുക്കും അതോടൊപ്പം തന്നെ ആ ഒരു ഗ്രേസ് ഫീലും ഏത് കളർ കോംപ്ലക്ഷൻ ഉള്ളവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അങ്കരക് പാറ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വി പാറ്റേണിൽ നമുക്കിപ്പോൾ വീനക്കൊക്കെ ട്രെൻഡിൽ വരുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ആൾക്കാർ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ആണ്. അനാർക്കലീസ് ആണെങ്കിലും ലൈൻ ആണെങ്കിലും കുർത്തീസ്, സ്ലിറ്റഡ് കുർത്തീസിലാണെങ്കിലും അങ്കരക് പാറ്റേണിനകത്ത് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്ത, കൂടെ തന്നെ എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങും ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലോറൽ ബഞ്ച് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഐലിറ്റ് എംബ്രോയിഡറി വന്നിട്ടുള്ള കോട്ടൺ ലേസസും അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിതൗട്ട് ലൈനിങ്ങിൽ അങ്കരക് പാറ്റേണിൽ ലൈൻ കട്ടിങ്ങിൽ വന്നിരിക്കുന്ന ഈ കുർത്തയുടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1249 ആണ്. വിത്തിൻ 1 വീക്ക് ആയിരിക്കും ഡെസ്പാച്ച് ടൈം വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സൈസസ് നമ്മളുടെ കംഫർട്ട് വെയർ സീരീസ് ആയിട്ടുള്ള RGA കോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ സൈസസ് നമുക്ക് മീഡിയം മുതൽ XL വരെയുള്ള സൈസസ് ആണ്. നോർമലി നമ്മൾ എടുക്കുന്ന സൈസിനേക്കാളും ഇച്ചിരി ലൂസ് ഫിറ്റിലായിരിക്കും അങ്കരക് പാറ്റേണിലുള്ള സ്റ്റിച്ചിങ് ലൈൻസ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനെ ഒന്ന് ഇട്ടിട്ട് നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് കാണിച്ചു തരാം. ഇച്ചിരി ഒന്ന് ബാക്കിലോട്ട് ക്യാമറ പോക്കോട്ടോ. കേട്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ഫിറ്റ് ലൈൻ, ഞാനിപ്പം XL ആണ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഞാൻ ഒരു ഓൾട്രേഷനും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു ഇച്ചിരി എക്സസ് ലൂസുണ്ട്. അപ്പോൾ ആ ലൂസ് ഫിറ്റ് തന്നെ നമുക്കൊരു സ്റ്റൈലിംഗ് ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. ഇപ്പോൾ ഈ സമ്മർ ടൈമിലെ ക്ലൈമറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത് കോറ കോട്ടൺ ഫാബ്രിക്കാണ്. കോറ കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലബ്സും അതിൻ്റെ റോ ഫൈബേഴ്സും ഒക്കെ കൂടെ തന്നെ വീവ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെയർ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടമ്മി ലൈനിൻ്റെ അവിടെ ഒന്നും തന്നെ നമുക്ക് ആ ഒരു വലിയ ടൈറ്റ് ഫീൽ വരത്തില്ല. അങ്കരക് പാറ്റേണിൽ ഷോർട്ട് യോക്ക് കൊടുത്തിരിക്കുന്നത് 12 to 12.5 ഇഞ്ചിലാണ്. ആൻഡ് ഡയഗണലായിട്ടാണ് അതിൻ്റെ ലേസ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെയും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഫിനിഷിങ്ങിലാട്ടോ കൊടുത്തേക്കുന്നത്. 5.5 to 6 ഇഞ്ചിൻ്റെ ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിങ്. സ്ലീവ്സ് വന്നിരിക്കുന്നത് ലൂസ് ഫിറ്റിൽ എൻഡിൽ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഉള്ള അക്കോബ ലേസ് തന്നെയാണ്. അത് തന്നെയാണ് നെക്ക് ലൈനിലും കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വന്നിരിക്കുന്നത്. ആൻഡ് പ്രോഡക്റ്റിൻ്റെ കോഡ് വന്നിരിക്കുന്നത് RGA 214. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1249.